ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ മിറായ് എന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ ക്ലൈമാക്സ് സീൻ വരെ എത്തി നിർത്തിയേക്കാണ്. അപ്പൊ ക്ലൈമാക്സ് സീനിലെ ഫൈറ്റ് സീൻ എന്തായാലും റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അത് കുറെ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കിടിലം ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീരാമന്റെ ഒരു അടിപൊളി ഭാഗങ്ങളൊക്കെ കാണിക്കേണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സിനിമ കാണാത്തവരെല്ലാവരും ഹോട്ട്സ്റ്റാറിലാണ് സിനിമ വന്നേണ്. അപ്പൊ എന്തായാലും കണ്ടു നോക്കണം. ഞാൻ മലയാളം വേർഷനാണ് കാണുന്നത്. മലയാളം അത്യാവശ്യം നല്ലൊരു ഡബ്ബിംഗ് ആണ്. പടം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ക്ലൈമാക്സ് സീൻ എന്തായാലും നല്ല അടിപൊളിയാണെന്ന് ഞാൻ അറിഞ്ഞതും മൊത്തത്തിലും. അപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ് ചെയ്യാത്തവരുണ്ട്, ആരെങ്കിലും സബ് ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, വോളി ഒരുപാട് വെക്കണ്ട, കാരണം നല്ല രീതിയിൽ കോപ്പറേറ്റ് അടിക്കും. ഓക്കെ, സെറ്റ് സെറ്റ്. വില്ലൻ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വില്ലനാ. ഓ, അതിന് മേത്ത് ബ്ലഡ് പൊടിഞ്ഞു. രണ്ടുപേരെല്ലാം അവരവരുടെ പരസ്പരം വെപ്പണോണ്ടിരിക്കണേ. ഇവന് മിറായുടെ വെപ്പൺ വില്ലന്റെയിലും, വില്ലന്റെ വെപ്പൺ നായകന്റെയിലും. കാരണം പടം കണ്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ അത് എങ്ങനെ അവന് കിട്ടി രണ്ടുപേർക്കും. ഇവന് മിറായി തപ്പിപ്പോയി മിറായി എങ്ങനെ എടുക്കണേന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഓ, അടി കൊണ്ട് പെരിങ്ങിട്ടോ. ഓ, ആയി തീരുമാനമായിട്ട്. ഇതുപോലത്തെ സീൻ തന്നെയാണ് ഹനുമാനിലെ ക്ലൈമാക്സ് സീനും. ഇങ്ങനെ വീണ സമയത്താണ് ഹനുമാൻ വന്നത്. താഴേക്കൊണ്ടൊന്നും പറ്റില്ലേവോ. എന്റെ അമ്മ ഇജാതി സീന്. ഓ, എന്ത് സീനാണ് ഇത്. ഗരുഡനെ എടുക്കാൻ പോണ സീനുണ്ടോ? അത് അടിപൊളി സീനാ. ഓ, അയ്യോ സൂപ്പർ. ഓ, ആ മിറായി സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആ വെപ്പൺ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഗരുഡനത്. അതായത് നമ്മുടെ ജഡായുടെ അതിൽ പെട്ട ഒരാളത്. VFX ഒക്കെ നൈസായിട്ട് കിട്ടോ. ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം. കിഡിലും ഫ്രെയിം. അവന്റെ വാളിലാണ് എല്ലാം പോറും, കാരണം അത്രയും ബുക്കിന്റെ പവർ അവന്റെ ഇരിക്കല്ലേ. ഇവരിപ്പോ താഴേക്കന്റെ ആവശ്യം എന്തായിരുന്നു? ഇങ്ങനെ ഇത്ര താഴേക്ക് വന്നേ. ഒമ്പത് ഗ്രന്ഥമുള്ള ബുക്കാണ് ആ കഥ. നമുക്ക് അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്തായാലും. ആ 9 ഗ്രന്ഥമുള്ള ബുക്കിന്റെ എല്ലാ പവറും സ്വന്തമാക്കാൻ നോക്കണം വില്ലൻ. ഈ വില്ലൻ അങ്ങനെ വന്നേന്നൊക്കെ കാണിക്കണ്ട ആദ്യം തന്നെ. ഇപ്പൊ 9 ബുക്ക് അവന്റെ കൈക്കിലാക്കി. ഒരു പവറിന്റെ അടുത്ത് കയറി, കാരണം ദൈവത്തിന്റെ ശക്തി അവന്റെ ഇരിക്കല്ലേ, വില്ലന്റെ ഇരിക്കല്ലേ. അപ്പൊ നമുക്ക് വേറെ ഒന്നും ഇല്ല അതിന്റെ അകത്ത്. ഓ, ഓ, നല്ല പവറാണ്. കാരണം അവന്റെ പവറും ആ 9 ഗ്രന്ഥത്തിന്റെ പവറും കൂടി ആയപ്പോ ഭയങ്കര പവറായി. ഓ, പടായി പടായി. എന്റെ ചെവിയുടെ കുഴപ്പമാണോ?
അയ്യോ അവന്റെ ചെവിയും തീരുമാനമുണ്ട്. എന്റെ അമ്മോ, ഇവനാ കാശിയിലെ എല്ലാവരെയും അവന്റെ മൈൻഡിലേക്ക് മാറ്റി വെച്ചേക്കാണ് ഓൾറെഡി. കണ്ടോ? കാരണം അവന്റെ രക്ഷ ഇവന് മാത്രം രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ സംഭവം വെച്ചാണ് ആദ്യം അവന്റെ അമ്മ അവനെ ഇവരെ നിന്ന് രക്ഷിച്ചത്, ഈ വില്ലന്റെ അവരെ നാട് രക്ഷിച്ചത്. അപ്പൊ അതുപോലെ തന്നെ ഇവനോടും ചെയ്യാൻ പറയണം. അവന്റെ അമ്മ അങ്ങനെ മരിച്ചത്. അവളുടെ റോൾ നല്ല റോളായിരുന്നു കേട്ടോ, ശ്രീയേശ്വരന്റെ അടിപൊളി റോളായിരുന്നു. അവന്റെ ജീവിതം ത്യാജിക്കാൻ വേണ്ടി റെഡിയായി. ഇനിയിപ്പോ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി മ്യൂസിക് നമുക്ക് കുറച്ച് കുറയ്ക്കാം, കാരണം നല്ല അടിപൊളി BGM ഒക്കെ ഉണ്ട്. കാരണം നല്ല രീതിയിൽ കോപ്പറേറ്റ് ഇടുന്ന ഉറപ്പാ. ജയറാം ആദ്യം കുറച്ച് ബോറായിരുന്നു കേട്ടോ, ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഓ, അവിടെ മഴ പെയ്യും, ആ തീ ഇടും, വാങ്ങാൻ പറ്റില്ല. ചേറ്റമ്മു, ഇതാണ് സീന്. ശരിക്കും പറഞ്ഞ ദൈവം തന്നെയാണ് മഴ അവിടെ പെയ്യിച്ചത്, കാരണം ഇവൻ മരിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അയ്യോ, അത് സീനത്. എന്ത് സീനത് ഇത്! ഈ സീൻ ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്റെ അമ്മ, നമ്മള് ആ മ്യൂസിക്കും BGM എല്ലാം കൂടെ കൊണ്ട് അടിപൊളിയൊക്കെ സാധനം അത്. എന്റെ അമ്മു, ഈ പാട്ടിന് എന്തായാലും കോപ്പറേറ്റ് ഉറപ്പാ. അതിൽ മ്യൂസിക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അത് ഇടാനായിട്ട്. നമുക്ക് ഇത്തിരി വോളിയം ഇത്തിരി കുറയാം, കാരണം നമുക്ക് എന്തായാലും കോപ്പറേറ്റ് ഉറപ്പായിന്. കാരണം ശ്രീരാമന് ശരിക്കും അമ്പ പറയണത്. എന്തിനും ആവശ്യം വന്ന സമയത്ത് ആ മിറായി എന്ന് പറഞ്ഞ വെപ്പൺ അത് അമ്പായിട്ട് മാറും, അങ്ങനെയാണ് അവൻ പറയണത്. അപ്പൊ അതിനുള്ള സമയമായി, അമ്പായിട്ട് മാറും. ഒരു രക്ഷയിലാട്ടോ സീന്. ഇത് അവസാനത്തെ 20 മിനിറ്റ് അടിപൊളി പടം, പറയാനില്ല.
ആദ്യം കുറച്ച് നമ്മളെ ലാഗടിപ്പിച്ച് നിർത്തുമെങ്കിലും ഓ എന്റെ അമ്മോ എന്ത് സീനത് കണ്ട അവന്റെ ശ്രീരാമന്റെ അമ്പുപോലെ ഇത്. വില്ലൻ എത്ര പവർ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വില്ലൻ കൊണ്ട് കഴിഞ്ഞാൽ മരിക്കും, എന്തായാലും മരിക്കും. അതാണ് കാന്താര ക്ലൈമാക്സിലും അത് കാന്താര കണ്ട് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കാന്താര ക്ലൈമാക്സിൽ വില്ലന്മാരായിട്ട് കുറച്ചുകൂടി ഫൈറ്റ് എടുക്കണമായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല അവിടെ. കാരണം ദൈവം നേരിട്ട് വന്ന് കൊല്ലാൻ വന്നാൽ പിന്നെ ഒന്നുമില്ല അതിൻ്റെ അത്. ഓ കിട്ടില്ല സീന്. അയ്യോ സീന്. അത്രേ ഉള്ളൂ, കിട്ടില്ല സീന്. ഇതാണ് ചരിത്രം, ഇതാണ് മിറായി. അയ്യോ ഇത് സീനല്ലത്, ഇത് ഫ്രെയിമാലത്. ഓ എന്റെ അമ്മോ ഫേസ് കാണിക്കില്ല, ഇതന്നെ കൽക്കിയിലും ഫേസ് കാണിക്കില്ല. ഫേസും കൂടി കാണിച്ച സെറ്റാണ്. അവിടെ വേറെ വഴിയില്ല, ഒന്നും ചെയ്യാനില്ല. കിടിലം സീന്, ഒരു കിടിലം ഫ്രെയിം അടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അമ്മ ഇതുപോലൊക്കെ ഒന്ന് ഡയറക്ടർ ബൈ കാർത്തിക് ഘട്ടം എന്ത് പേരാ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ മിറായിയുടെ ഇനിയിപ്പോ അതിന്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടാക്കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അതിനകത്ത്. ഞാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ കൂടി ഇന്നത്തെ സിനിമയില് നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് സിനിമകളൊക്കെ ഉണ്ടാവും, അതിന്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ ഇട്ടാക്കൊള്ളുന്നുണ്ട് അങ്ങനത്തെ കഥകളൊക്കെ. അപ്പൊ അങ്ങനത്തെ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റിലൊന്ന് അറിയിക്കുക, നമുക്കത് അങ്ങനത്തെ ചെയ്യാനും. പിന്നെ വേറൊന്നും പറയാനില്ല. അപ്പൊ അടുത്ത നമുക്ക് നമ്മുടെ ലോക ഗെയിം സിനിമ റിലീസ് ആവാണ്. അപ്പൊ അതിനി അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ടായിട്ട് വരണം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.